السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا ولوالدينا ولجميع المؤمنين والمؤمنات. നമ്മൾ വിശദമായിട്ട് പറയുന്നതിന് മുമ്പ് വിത്ർ മൊത്തം അങ്ങ് പറയുകയാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ വിശദമായ ഭാഗങ്ങളിലേക്ക് കിടക്കാം അല്ലേ. അൽ വിത്രു വാജിബുൻ, ഇതാണ് ഇപ്പോൾ ഷാഫി മദബ് ഒന്ന് വ്യത്യാസപ്പെട്ടൊരു മസാല. വിത്രു വാജിബാണ്, ഷാഫി മദബ് ഒരു സുന്നത്താണ്. വാജിബാക്കുമ്പോൾ ഒഴിവാക്കിയ കുറ്റം കിട്ടൂലേ? പല അഭിപ്രായങ്ങളുണ്ട്. സുന്നത്താന്നുള്ള അഭിപ്രായമുണ്ട്. അബൂ ഹനീഫ ഇമാമിൻ്റെ അഭിപ്രായമാണ് ഇപ്പോൾ വാജിബ എന്നുള്ളത്. വഹുവ സലാത്ത് റക്അത്തിനത് 3 റക്അത്താണ്. ഒറ്റ സലാം കൊണ്ടായിരിക്കണം. ഷാഫി മദബിൽ 2 സലാം കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. 2 റക്അത്തിൽ തഹിയ്യാത്ത് ഓതി സലാം വീട്ടി 3 റക്അത്ത് തഹിയ്യാത്ത് ഓതി സലാം വീട്ടുന്ന രീതിയാണ്. ഹനഫി മദബിൽ ഒറ്റ സലാമേ പറ്റുള്ളൂ ഇപ്പോൾ തസ്ലീമത്തിന്. വയഖറഉ ഫീ കുല്ലി റക്അത്ത് മിൻഹുൽ ഫാത്തിഹ വസൂറ, ഓരോ റക്അത്തിലും ഫാത്തിഹയും സൂറത്തും ഓതണം. നിർബന്ധമാണ്. യഖറഉ എന്നുള്ള പദം അറിയിക്കുന്നത് ഓതണം, ഓതൽ വാജിബാണ് എന്നതിൻ്റെ അർത്ഥം. യഖറഉ വുജൂബ് എന്ന അർത്ഥത്തിന്. യഖറഉ എന്ന് പറയുമ്പോൾ തന്നെ അത് ഫിഖ്ഹിൻ്റെ ഭാഷയിൽ നിർബന്ധം എന്ന അർത്ഥത്തിനാണ്. വൈസന്നു യഖറഅ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് യജ്ലിസു അലാ റഅസിൽ ഊലയൈനി മിൻഹു, ആദ്യത്തെ 2 റക്അത്തിൽ അവൻ ഇരിക്കണം, നിർബന്ധമാണ്. പക്ഷേ വയഖ്തസിറു അല തശഹുദി, അത്തഹിയാത്ത് മാത്രം പരിമിതപ്പെടുത്തിയാൽ മതി. അത്തഹിയാത്ത് എന്നെ ചുരുക്കണം, സലാം വീട്ടണ്ട. വലാ യസ്തഫ്തിഉ ഇൻദ ഖിയാമിഹി ലിസാലിസ, അങ്ങനെ സലാം വീട്ടാതെ 3 റക്അത്തിലേക്ക് എണീക്കുമ്പോൾ ഇസ്തിഫ്താഹിൻ്റെ ദുആ വേണ്ട. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക തബാറക ഇസ്മുക തആല ഇസ്മുക എന്നൊക്കെ പറഞ്ഞ ദുആ ഇല്ലേ, അത് വേണ്ട. 3 റക്അത്തിലേക്ക് എണീക്കുമ്പോൾ ഇസ്തിഫ്താഹിൻ്റെ ദുആ വേണ്ട. വലാ യസ്തഫ്തിഹു എന്ന് പറഞ്ഞാൽ ഇസ്തിഫ്താഹിൻ്റെ ദുആ ഓതണ്ട. അങ്ങനെ 3 റക്അത്തിൽ നിന്ന് വിരമിച്ചാൽ, 3 റക്അത്തിലെ സൂറത്ത് ഓതി വിരമിച്ചാൽ, ഫൈദാ വറഅ മിൻ ഖിറാഅത്തി സൂറത്തി ഫീഹാ, 3 റക്അത്തിലെ സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഇനി വിത്റിൻ്റെ ഖുനൂത്തിൻ്റെ സമയമാണ്. റഫഅ യദൈഹി ഹിദാ ഉദ്നൈഹി, 2 ചെവിക്ക് നേരെ 2 കൈ ഉയർത്തണം. സുമ്മ കബ്ബറ, കയ്യുയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. കാരണം ദുആന്റെ അവസ്ഥയ്ക്ക് നീങ്ങുകയാണല്ലോ. അവ സൂറത്ത് കഴിഞ്ഞാൽ കയ്യുയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. എപ്പോഴാണ്? കയ്യുയർത്തിയിട്ടാണ് തക്ബീർ ചെല്ലുന്നത്. തക്ബീർ ചൊല്ലിക്കഴിഞ്ഞിട്ട് തക്ബീർ കഴിഞ്ഞാൽ ഖനത ഖായിമ, നിന്നുകൊണ്ട് ഖുനൂത്ത് ഓതണം. റുക്കൂലേക്ക് പോകുന്നതിന് മുമ്പാണ് നമ്മളെ മദബിൽ ഖുനൂത്ത്. ഷാഫി മദബിലോ? റുക്കൂ കഴിഞ്ഞിട്ടാണ്. പിന്നെ വിത്റിൽ ഖുനൂത്ത് ഇല്ലല്ലോ, റമദാനിൽ മാത്രമല്ലേ ഉള്ളൂ, അവസാനത്തെ പകുതിയിലേ എന്തുള്ളൂ ഷാഫി മദബിൽ ഖുനൂത്ത് ഉള്ളൂ. നമ്മുടെ മദ്ഹബിൽ എല്ലാ വിത്റസ്കാരത്തിനും ഖുനൂത്തുണ്ട്. എപ്പോഴാണ് ഖുനൂത്ത് ഓതേണ്ടത്? ഖബല റുക്കൂവിൻ്റെ മുമ്പ്. ഫി ജമീഅ സനത്തി, കൊല്ലം മുഴുവനും വേണം, റമദാൻ പകുതിക്ക് മാത്രമല്ല. വലാ യഖ്നതു ഫി ഖൈരിൽ വിത്രി, വിത്രല്ലാത്ത സുബഹി നിസ്കാരത്തിലൊന്നും ഖുനൂത്തില്ല. ഷാഫി മദ്ഹബിലും എല്ലാ കാലം മുഴുവനും സുബഹിക്കാണ് ഖുനൂത്ത്. പിന്നെ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ ആപത്ത് മുസീബത്തുകളൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ഖുനൂത്ത് ഉണ്ട് കേട്ടോ. അത് പിന്നെ എല്ലാ നിസ്കാരത്തിനും ഉണ്ട്. വൽ ഖുനൂത്ത് മാനാഹു ദുആ, ഖുനൂത്തിൻ്റെ അർത്ഥം ദുആ എന്നാണ്, ദുആരിക്കുക എന്നാണ്. ഏതാ ദുആ? വഹുവ യഖൂലു അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക,
അല്ലാഹുവേ ഞാൻ നിന്നോട് സഹായം അഭ്യർത്ഥിക്കുന്നു. ഔന് ഇസ്തിആനത്ത് മഊനത്തിനെ ചോദിക്കുന്നു. നസ്തഹ്ദീക് നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്കുള്ള അറിവും ചോദിക്കുന്നു, ഹിദായത്തും ചോദിക്കുന്നു, ഹിദായത്തിനെ ചോദിക്കുന്നു. വനസ്തഗ്ഫിറുക നിന്നോട് ഞങ്ങൾ പൊറുക്കലിനെ തേടുന്നു. ഇസ്ത എന്നുള്ള പദം വന്നാൽ തേടുക എന്നർത്ഥമുണ്ട്. ഗഫറ, ഇസ്തഗ്ഫറ, ഇസ്തഫല ഒരു പ്രവൃത്തി തേടി എന്നർത്ഥത്തിന് വരും. ഞങ്ങൾ നിന്നോട് ഞങ്ങളുടെ അയബുകളൊക്കെ മറച്ചു വെക്കലിനെ തേടുന്നു. ഗഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു എന്നർത്ഥം. പൊറുക്കലിനെ തേടുക എന്ന് പറഞ്ഞാൽ പൊറുക്കലിനെ തേടുക എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കണം. ഞങ്ങളുടെ അയബുണ്ടല്ലോ, പിന്നെ അവർ ചെയ്ത പാപങ്ങളും തെറ്റുകളും ന്യൂനതകളും കുറവുകളൊക്കെ നീ ആഖിറത്ത് വരുമ്പോൾ മൂടി അടച്ചു വെക്കണം, പുറത്തേക്ക് എടുക്കരുത് അല്ലാഹുവേൻ. ഒന്ന് തൂബ് ഇലൈക ഞങ്ങളെല്ലാ പാപങ്ങളിൽ നിന്നും നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഖേദിച്ച് മടങ്ങുന്നു. വനുഅ്മിനു ബിക നിന്നെക്കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്നെക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നിൻ്റെ അടുത്തുള്ളത് കൊണ്ട്, മലക്കുകളെ കൊണ്ടും കിതാബ് കൊണ്ടും മുർസലീങ്ങളെ കൊണ്ട് ആഖിറം കൊണ്ടും ഖദർ കൊണ്ടൊക്കെ അതാ ഞങ്ങളെക്കൊണ്ട് നിന്നെക്കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ. വനതവക്കലു അലൈക ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നിൻ്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു, എല്ലാം തന്നെ ഏൽപ്പിച്ചു എന്നർത്ഥം. കാരണം ഞങ്ങൾക്ക് കഴിവൊന്നുമില്ല, കഴിവൊക്കെ അനക്കല്ലേ. വനുസ്നി അലൈക്കൽ ഖൈറ കുല്ലഹു എല്ലാ ഖൈർ കൊണ്ടും ഞങ്ങൾ നിന്നെ പ്രശംസിക്കുന്നു, പുകഴ്ത്തുന്നു. കാരണം എല്ലാ അനുഗ്രഹങ്ങളും നീയാണ് ചെയ്തത്, ഞങ്ങളുടെ എല്ലാ ഖൈറാത്തുകളും നീയാണ് തന്നത്. അപ്പോൾ പിന്നെ എല്ലാ ഖൈറ് കൊണ്ടും ഖൈറിൻ്റെയും പേരിൽ ഞങ്ങൾ നിന്നെ പ്രശംസിക്കുന്നു. നഷ്കുറുക ഞങ്ങൾ നിനക്ക് നന്ദി ചെയ്യുന്നു. കൈകൊണ്ടും കാലുകൊണ്ടും ഹൃദയം കൊണ്ടും അവയവങ്ങളെ കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ ഞങ്ങൾ നിനക്ക് നന്ദി ചെയ്യുന്നു. വലാ നക്ഫുറുക ഞങ്ങൾ ഒരിക്കലും നിൻ്റെ അനുഗ്രഹത്തെ നിന്നോട് നന്ദികേട് കാണിക്കൂല. കുഫ്രാവൂല പറഞ്ഞാൽ ഇവിടെ നഷ്കുറുക എന്നുള്ള എൻ്റെ ഓപ്പോസിറ്റിലാണ് പറഞ്ഞത്. ഞങ്ങൾ നിന്നോട് ഒരിക്കലും നന്ദികേട് കാണിക്കൂല റബ്ബേ, അല്ലെങ്കിൽ നിൻ്റെ അനുഗ്രഹത്തെ ഞങ്ങൾ നിഷേധിക്കൂല. വനത്തുറുക്കു രണ്ടു ഒരേ അർത്ഥമാണ്. ഞങ്ങളിതാ ഊരിയെറിയുന്നു, ഉപേക്ഷിക്കുന്നു. നഹ്ലാവു വസ്ത്രമൊക്കെ വരുന്നതിനാ നഹ്ലാവു എന്ന് പറയാം. ഞങ്ങളിതാ വസ്ത്രം ഞങ്ങൾ ഊരിയെറിയുന്നു. വനത്തുറുക്കു ഉപേക്ഷിക്കുന്നു. യഫ്ജുറുക നന്നോട് അനുസരണക്കേട് കാണിക്കുന്നവരെ, ഫുജൂർ കാണിക്കുന്നവരെ, തമ്മാടിത്തരം കാണിക്കുന്നവരെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു, അവരെ തൊട്ട് ഞങ്ങൾ ഒഴിവാകുന്നു. അല്ലാഹുമ്മ ഇയ്യാക നഅ്ബുദു വീണ്ടും പ്രശംസിക്കുകയാണ് അള്ളാഹുവിനെ. ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു. വലക നുസല്ലി ഞങ്ങൾ നിനക്ക് മാത്രം നിസ്കരിക്കുന്നു. വനസ്ജുദു ഞങ്ങൾ നിനക്ക് മാത്രം സുജൂദ് ചെയ്യുന്നു. വഇലൈക നസ്അ ഞങ്ങൾ നിന്നിലേക്ക് നടക്കുന്നു, ഞങ്ങൾ നിന്നിലേക്ക് സഞ്ചരിക്കുന്നു, ഞങ്ങൾ നിന്നിലേക്ക് സഞ്ചരിക്കുന്നു. വനഹ്ഫിദ് ഞങ്ങൾ നിന്നിലേക്ക് വേഗത്തിൽ വരുന്നു. വേഗത്തിൽ വരുന്നതിനെ നഹ്ഫിദു എന്ന് പറയാം. ഞങ്ങൾ നിന്നിലേക്ക് അതിവേഗം നിന്നിലേക്ക് വരുന്നു. അതന്നെ ഒരേ അർത്ഥം തന്നെ. വഇലൈക നസ്അ വനഹ്ഫിദ് ഞങ്ങൾ നിന്നിലേക്ക് ആവേശം കാണിക്കുന്നു, ഞങ്ങൾ നിന്നിലേക്ക് സഞ്ചരിക്കുന്നു. നർജു റഹ്മതക നിൻ്റെ റഹ്മത്തിനെ നിത്യമാക്കി തരണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വനഖ്ശാ അദാബക നിൻ്റെ അദാബിനെ ഞങ്ങൾ ഭയപ്പെടുന്നു, നിൻ്റെ അദാബിനെ ഞങ്ങൾ ഭയപ്പെടുന്നു. ഇന്ന അദാബക്കൽ ജിദ്ദ നിൻ്റെ സത്യമായ ശിക്ഷ, അത് ജിദ്ദ സത്യമായ ശിക്ഷ, യാഥാർത്ഥ്യമായ സംഭവിക്കുന്ന ശിക്ഷ. ബിൽ കുഫാരി മുൽഹിഖുൻ അത് നിനക്ക് നന്ദി കേട് ചെയ്യുന്ന ആളുകളോടാണ് അത് ചേരുന്നത്, അത് അവരോടാണ് ചേരുക. മുൽഹിഖ് ലഹിഖ എന്നാണ് ചേർന്നു എന്നാണ്, അല്ലെങ്കിൽ മുൽഹഖുൻ ചേർക്കപ്പെടുന്നതാണ്. സല്ലല്ലാഹു അലൻ നബി വആലിഹി വസല്ലം എന്ന് കൂടെ ലാസ്റ്റ് സ്വലാത്ത് ചെല്ലുക. പിന്നെ ഇമാമത് ചെല്ലുമ്പോൾ മാമും എന്താ ചെയ്യേണ്ടത്? വൽ മുഅത്തമ്മു യഖറഉൽ ഖുനൂത കൽ ഇമാം ഇമാമിനെ പോലെ മാമും ഖുനൂത്ത് ഓതണം. അപ്പോൾ ഇമാമും മാമും ഒക്കെ പതുക്കെ ഓതിയാൽ മതി എന്നർത്ഥം. ശാഫിഈ മദ്ഹബിൽ ഇമാം ഉറക്കെ ഓതുകയും മാമൂമുകൾ ആമീൻ പറയുകയുമാണ് ചെയ്യേണ്ടത്. പക്ഷേ മാമൂമിങ്ങളെ പഠിപ്പിക്കാൻ വേണമെങ്കിൽ ഉറക്കാൻ ചെല്ലട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. മാമൂമിങ്ങളായ ആളുകളുണ്ടാവില്ല, തിരിയാത്ത ഖുനൂത്ത് അറിയാത്ത ആളുകളെ, അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഉറക്കൻ ഓതാവുന്നതാണ്.
വൈദ സറാലി ഇമാമ ഫിദ്വായി. ഇനി കഴിഞ്ഞിട്ടൊരു ദ്വായം കൂടിയുണ്ട്. ഇമാമ് ദ്വായിലേക്ക് പ്രവേശിച്ചാൽ ബാദമാ തഖദ്ദമ മുകളിൽ പറഞ്ഞ ഇന്നാ നസ്തഈനുക എന്ന ദ്വായിന് ശേഷം ഇമാമ് ദ്വായിൽ പ്രവേശിച്ചാൽ എന്ത് ചെയ്യണം? പല അഭിപ്രായമുണ്ട്. അബി യൂസുഫ് റഹിമഹുല്ലാഹ് പറയുന്നു തബിഊനഹു വയഖ്റഊനഹു മഅഹു, ഇമാമിനെ കൂടെ ഓതി ഇമാമിനെ പിന്തുടരുകയാണ് വേണ്ടത്. മുഹമ്മദ് ഹസൻ ഷൈബാനി റഹിമഹുല്ലാഹ് പറയുന്നു ലാ യുതാബിഊനഹു, ഇമാമിൻ്റെ കൂടെ ഓതണ്ട. വലാകിൻ യുഅമ്മിനൂൻ, അവർ ആമീൻ പറഞ്ഞാൽ മതി. ഏതാ ദുആ? ദുആ എന്ന് പറയുന്നത് ഈ പറയുന്നതാണ്. ഹുവഹാദ അല്ലാഹുമ്മ ഹ്ദിനാ ബിഫദ്ലിക, നിൻ്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ അറിയിച്ച് ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണം, സന്മാർഗം നൽകണം. ഫീമൻ ഹദീത, നീ സന്മാർഗം നൽകിയവരോടൊപ്പം ഞങ്ങൾക്ക് നീ സന്മാർഗം നൽകണം, സൽവഴി നൽകണം, സത്യമാർഗം നൽകണം. വആഫിന, അല്ലാഹുവേ എല്ലാവിധ ആപത്ത് മുസീബത്ത് പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണം. ഫീമൻ ആഫൈത്ത്, നീ ആരോഗ്യവും സലാമത്തും നൽകിയവരോടൊപ്പം ഞങ്ങൾക്കും ആപാത്ത് മുസീബത്ത് രോഗം വിഷമങ്ങൾ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ആഫിയത്ത് തരണം. വതവല്ലന, നീ ഞങ്ങളെ പരിഗണിക്കണം, ഞങ്ങളെ നീ ഏറ്റെടുക്കണം. വതവല്ലന, തവല്ല എന്നുള്ളതിന് അമ്രാണ്. വതവല്ല, നീ ഞങ്ങളെ ഏറ്റെടുക്കണം. ഫീമൻ തവല്ലൈത്ത്, നീ ഞങ്ങളെ ഏറ്റെടുത്തവരോടൊപ്പം കൂട്ടത്തിൽ. വബാരിക് ലനാ ഫീമാ അഅ്തൈത്ത്, നീ ഞങ്ങൾക്ക് നൽകിയതിൽ വർദ്ധിപ്പിച്ചു തരണം, ബർക്കത്ത് നൽകണം, അതിൽ വർദ്ധനവ് നൽകണം അല്ലാഹുവേ. ഇതൊക്കെ ദുന്യാവാണെങ്കിൽ. വഖിനാ ശർറ മാ ഖദൈത്, നിൻ്റെ ഖദായിൽ നിന്ന് ഷർറായ ഖദാകളെ ഞങ്ങളെ നീ തട്ടി മാറ്റണം. വഖിന, ഞങ്ങൾ നീ കാത്ത് സംരക്ഷിക്കണം. വഖായ ഖി എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു എന്ന്, അതിൻ്റെ അമ്രാണ് ഖി. ഞങ്ങൾ നീ സംരക്ഷിക്കണം. ഷർറ മാ ഖദൈത്, നിൻ്റെ ഷർറായ വല്ല ഖദാകളുമുണ്ടെങ്കിൽ അതിനെ തൊട്ട്. ഇന്നക തഖ്ദീ, നീ ഉദ്ദേശിക്കുന്നതൊക്കെ വിധിക്കുന്നവനാണ്. വലാ യഖ്ളാ അലൈക, നിനക്കെതിരെ ആരും വിധി നടത്തുകയില്ല. നീ ഉടമസ്ഥനാണ്, ഏകനാണ്, പങ്കാളികളില്ലാത്തവനാണ്, രാജാതിരാജനാണ്. ഇന്നഹു ലാ യദില്ലു മൻ വാലൈത്, രാജാതിരാജനായ റബ്ബേ, നീയുമായി ഇഷ്ടപ്പെട്ടവൻ ഒരിക്കലും നിന്ദനാവുകയില്ല. നീ വാലയിത്ത, നീയുമായി ചങ്ങാത്തം കൂടിയവൻ, നീയുമായി ഇഷ്ടത്തിൽ കൂടിയവൻ ഒരിക്കലും നിന്ദനാവുകയില്ല. വലാ യഇസ്സു മൻ ആദൈത്, നിന്നോട് ശത്രുത വെച്ചവർ ഒരിക്കലും പ്രതാപനും ആവുകയില്ല, യോഗ്യനുമാവുകയില്ല, ബഹുമാന്യനുമാവുകയില്ല. അല്ലല്ലേ മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്ത് കൊടുക്കുന്നവൻ, കാഫിരീങ്ങൾക്ക് നിന്ദ്യത കൊടുക്കുന്നവൻ. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം, ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാഹു ഒരാളെ മാനം കെടുത്തിയാൽ പിന്നെ ഒരാൾക്കും അയാളെ ബഹുമാനിക്കാൻ കഴിയില്ല. തബാറക്ത, അല്ലാഹുവേ നീ എല്ലാം പരിശുദ്ധനാണ്. തബാറക്ത റബ്ബന, ഞങ്ങളുടെ നേതാവേ, ഞങ്ങളുടെ സയ്യിദേ, ഞങ്ങളുടെ ഉടമസ്ഥനെ, ഞങ്ങളുടെ മഅബൂദേ, നീ പരിശുദ്ധനായിരിക്കുന്നു. വതആലൈത്, അതന്നെ, നീ സമുന്നതനായിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വാലിഹി വസഹബിഹി വസല്ലം. ഈ ഖുനൂത്ത് അറിയാത്തവൻ എന്താ കാട്ടുക? വമല്ലം യുഹ്സിൻ അൽ ഖുനൂത്ത്, ഖുനൂത്ത് അറിയാത്തവൻ യഖൂല് പറയണം അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് 3 വട്ടം പറയാം. അല്ലെങ്കിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞാലും മതി. അതുമില്ലെങ്കിൽ യാ റബ്ബി യാ റബ്ബി യാ റബ്ബി എന്ന് 3 വട്ടം പറഞ്ഞാൽ മതി. 3 അഭിപ്രായങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഈ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത എന്ന് പറയുന്ന ഇമാമ് ദുആനെ ആരംഭിച്ചാൽ, അതായത് അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക വനസ്തഗ്ഫിറുക വനസ്തഗ്ഫിറുക എന്ന ആ ദുആ ആരംഭിച്ചാൽ അതിന് ശേഷം ഇമാം ഇത് ഉറക്കെ ഓതിയാലാണോ? ഇമാം ഉറക്കാതെ ബാക്കിയുള്ളവർ ആമീൻ ചെല്ലാന്നാ പറഞ്ഞപ്പോ ഒരഭിപ്രായത്തിൽ ഇമാമിൻ്റെ കൂടെ തന്നെ ഓതുകയാണ്. അപ്പോൾ പതുക്കെ മതി. മറ്റേ മാതിരി ആ എന്നാ പിന്നെ അബി യൂസുഫ് റഹ്മത്തുള്ളാഹിന്റെ അഭിപ്രായമല്ലേ പ്രബലപ്പെടുത്തല് സാധാരണ. ഞങ്ങളിവിടെ ഇങ്ങനെ ഇവിടെ ഹനഫി മുസല്ലയിൽ ഒരിടത്തും കേട്ടിട്ടില്ലത്. അതായത് മുഹമ്മദൻ എന്ന് പറയുന്ന കൗല് അബി യൂസുഫ് റഹ്മത്തുള്ളാഹിന്റെ കൗലും ഉണ്ടാകുമ്പോൾ അബി യൂസുഫ് റഹ്മത്തുള്ളാഹിന്റെ കൗലാണ് സാധാരണയിൽ എന്താക്കാറുള്ളത്, തഖ്ദീം ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ, അതൊരു ഖായിദയാണ് നമ്മുടെ മദ്ഹബിലെ.
ശരി. വൈദഖ്തദാ ബിമ യഖ്നതു ഫിൽ ഫജ്രി, സുബൈസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്ന ഒരാളോട് തുടർന്നാൽ, ഇപ്പോൾ ഷാഫി മദ്ഹബുകാരനോട് തുടർന്നാൽ, ഖാമ മഅഹു ഫീ ഖുനൂത്തിഹി സാകിതൻ, ഖുനൂത്ത് ഓതുമ്പോൾ മിണ്ടാതെ നിന്നാൽ മതി. ഫിൽ അദ്ഹരി, കാരണം ഇമാമിനോട് പിന്തുടരൽ നിർബന്ധമാണല്ലോ, ഖുനൂത്തില്ലല്ലോ, അപ്പം മിണ്ടാതെ അവിടെ നിൽക്കുക. അപ്പോൾ യൂസുഫ് റഹിമഹുല്ലാഹിന്റെ അഭിപ്രായം ഇമാമിൻ്റെ കൂടെ ഓതണം എന്നാണ്. ഇർസലി അദീഹി ഫീ ജംബൈ, അപ്പം എന്ത് ചെയ്യുക, കൈ പൊന്തിക്കൊന്നും വേണ്ട, ഇമാമിന് വേണമെങ്കിൽ നിന്ന് കൊടുത്താൽ മതി, കൈ രണ്ട് ഭാഗത്തേക്ക് താഴ്ത്തിയിടേണ്ടതാണ്. ഇനി ഖുനൂത്ത് മറന്നാൽ എന്ത് ചെയ്യും? ഇദാ നസിയൽ ഖുനൂത്ത് ഫിൽ വിത്രി, വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് മറന്നാൽ, വതദക്കറഹു ഫിർ റുക്കൂഇ, അത് കഴിഞ്ഞ് റുക്കൂയിലാണ് ഓർമ്മ വന്നതെങ്കിൽ, അല്ലെങ്കിൽ റഫ്ഇ മിൻഹു, റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴാണ് ഓർമ്മ വന്നതെങ്കിൽ ഖുനൂത്ത് ഓതണ്ട. ഖുനൂത്തിലാണ്, റുക്കൂയിലാണെങ്കിൽ ഓതണ്ട, റുക്കൂ എന്നുള്ളതിന് ശേഷം ഇഹ്തിദാലിൽ ഓതണ്ട. അപ്പം ഇനി ഓതിയാലോ, റുക്കൂ കഴിഞ്ഞിട്ട് ഓതിയാലോ? റുക്കോയിൽ നിന്ന് തല ഉയർത്തിയതിന് ശേഷം ഖുനൂത്ത് ഓതിയാൽ ഇത് റുക്കിന് ഖുനൂത്തറ്റ് ആവർത്തിക്കും വേണ്ട, ഖുനൂത്തിനെ മടക്കണ്ട. പക്ഷേ യസ്ജുദു സഹ്വി, സഹുവിൻ്റെ സുജൂദ് ചെയ്യണം. എന്തുകൊണ്ട്? സവാനിൽ ഖുനൂത്ത് മഹല്ലിൽ അസ്ലിഹി, അതിൻ്റെ അസ്ലിയെ മഹല്ലിൽ നിന്ന് ഖുനൂത്തിന് നീങ്ങിപ്പോയില്ലേ. സവാനിൽ ഖുനൂത്ത്, ഖുനൂത്ത് നീങ്ങിപ്പോയില്ലേ. അതിന് മഹല്ലിഹിൽ അസ്ലി, അതിൻ്റെ അടിസ്ഥാന സ്ഥാനത്തെ തൊട്ട് വാജിബായ സാധനത്തിനെ പിന്തിച്ചില്ലേ. ഇനി ഖുനൂത്ത് ഓതണല്ലോ, മോമൂമ് ഖുനൂത്ത് ഓതണല്ലോ. അതിൻ്റെ മുമ്പ് തന്നെ ഇമാം റുക്കു ചെയ്താൽ എന്ത് ചെയ്യും? ഖുനൂത്ത് മുഴുവനാക്കണോ വേണ്ടേ? വലൂറക്ക അൽ-ഇമാമു ഖബ്ല ഫറാഗിൽ മുഖ്തദി മിൻ ഖിറാഅത്തിൽ ഖുനൂത്തി, മുഖ്തദി ഖുനൂത്ത് ഓതി പൂർത്തിയാകുന്നതിന് മുമ്പ് ഇമാം റുക്കു ചെയ്താൽ, അല്ലെങ്കിൽ ഖബ്ല ശുറൂഇ ഫീഹി, അല്ലെങ്കിൽ മഅ്മൂം ഖുനൂത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇമാം റുക്കു ചെയ്താൽ, റുക്കു ഇമാമിൻ്റെ കൂടെ റുക്കു നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുകയും ചെയ്താൽ, താബഅ ഇമാമഹു, ഖുനൂത്ത് ഒഴിവാക്കി ഇമാമിൻ്റെ പിന്നാലെ പോകണം. മുതാബഅത്ത് വാജിബല്ലേ. ഇനി ഇമാമ് ഖുനൂത്ത് ഓതിയില്ലെങ്കിൽ ദയ്യ, ഇമാമ് ഖുനൂത്ത് ഓതാ റുക്കൂക്ക് എന്ത് ചെയ്യും? വലോ തറക്കൽ ഇമാമുൽ ഖുനൂത്ത, ഇമാമ് ഖുനൂത്ത് ഒഴിവാക്കിയാൽ ബിഹിൽ മുഅ്തമ്മു, മുഅ്തമാണ് മുഖ്തദി, ഇമാമിനോട് തുടർന്നയാൾ അതിനെ നിർവഹിക്കണം. എപ്പോൾ? ഇനംകനഹു മുശാറക്കത്തുൽ ഇമാമി ഫിർ റുക്കൂഇ, റുക്കൂയിൽ ഇമാമിനോട് പങ്കാളിയാകാൻ സാധിക്കുമെങ്കിൽ. അപ്പോൾ രണ്ട് വാജിബ് കിട്ടിയല്ലോ, ഖുനൂത്തിൻ്റെ വാജിബും കിട്ടി, റുക്കൂവിൻ്റെ മുതാബഅത്തിൻ്റെ വാജിബും കിട്ടിയില്ലേ. ഇല്ല, ഇമാമിൻ്റെ കൂടെ റുക്കൂവിൽ പങ്കാളിത്തം കഴിയില്ലെങ്കിൽ താബഅഹു, ഖുനൂത്ത് ഒഴിവാക്കി ഇമാമിനെ റുക്കൂവിലേക്ക് പോവുകയാണ് വേണ്ടത്. ഇനി ഇമാമിനോട് വലു അദ്റക്കൽ ഇമാമ ഫി റുക്കൂഇ സാലിസത്തി മിനൽ വിത്രി, ഇമാമിനെ കിട്ടി, വിത്റിൽ നിന്നുള്ള മൂന്നാമത്തെ റുക്കൂൽ ഇമാമിന് ലഭിച്ചാൽ, ഖാന മുദരിക്കലിൽ ഖുനൂത്തി, അവന് ഖുനൂത്തിന് എത്തിച്ചു പറഞ്ഞാൽ ഖുനൂത്തിന് എത്തിച്ച ഫലാണ്. ഫലാ യഅ്തി ബിഹി ഫീമാ സബഖ ബിഹി, നേരത്തെ പറഞ്ഞാൽ ഖുനൂത്ത് എന്താണ്ട് ഞാൻ നിർവഹിക്കേണ്ട ആവശ്യം ഇല്ല, വേറൊരു വട്ടം എന്താക്കണ്ട, ഖുനൂത്ത് ഖളാ കിട്ടണ്ട. വിത്തറിൻ്റെ മൂന്നാമത്തെ റക്അത്തിലാണ് ഇമാമിനെ കിട്ടിയത് എങ്കിൽ അവിടെ എന്ത് ചെയ്യണം? മഅ്മൂം ഖുനൂത്തിനെ ആവർത്തിക്കണ്ട. അത് ഖുനൂത്ത് പിന്നെ റമദാനിലല്ലേ പിന്നെ ഇമാമിനോടൊപ്പം ഓതുന്നുള്ളൂ, അല്ലാതെ ഖുനൂത്ത് ഒറ്റയ്ക്കാണല്ലോ, അല്ല വിത്റില് ഒറ്റയ്ക്കാണല്ലോ നിസ്കരിക്കുന്നത്. ജമാഅത്തില്ലേ? ഇല്ല, വിത്റിന് ജമാഅത്ത് റമദാനി മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? എന്താ? അല്ല, അപ്പം മൂന്നാമത്തെ റക്അത്തിൽ റുക്കൂല് ഇമാമിനെ എത്തിച്ചാൽ ഫി റുക്കൂഇ സാലിസത്തി മിനൽ വിത്രി, വിത്റിൽ നിന്നും മൂന്നാമത്തെ റുക്കൂയില്. അതെ, ജമാഅത്ത് നിസ്കാരം ആയിക്കോട്ടെ. റമദാനിലെ കാര്യമായിരിക്കും. ഇതാ പറയുന്നത് അടുത്ത്, വയൂത്തറബി ജമാഅത്തും ബി റമദാൻ ഫഖദ്, റമദാനിൽ മാത്രമേ ജമാഅത്തായിട്ട് വിത്ർ നിസ്കരിക്കൽ സുന്നത്തുള്ളൂ.
അപ്പോൾ റമദാൻ അല്ലാത്തപ്പോൾ വിത്തറിൽ ജമാഅത്ത് വേണ്ട. وصلاته مع الجماعة في رمضان أفضل من أدائه منفردا آخر الليل في اختيار قاضي خان. ഖാദി ഖാൻ്റെ ഒരു ഫത്വ ഉണ്ട്. എന്താ ഫത്വ? റമദാനിൽ ജമാഅത്തായിട്ട് വിത്തരിസ്കരിക്കലാണ് നല്ലത് ആഖിറിലയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ. നമ്മൾ ആഖിറിലയിൽ വിത്തരിസ്കരിക്കലാണ് ഉത്തമം എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നമ്മൾ, അല്ലേ? എന്നാൽ റമദാനിൽ ജമാഅത്ത് കിട്ടുകയാണെങ്കിൽ ആഖിറിലേക്ക് പോകണ്ട. സ്വലാത്തുമാൽ ജമാഅത്ത്, റമദാനിൽ ജമാഅത്തിനായിട്ട് വിത്തരിസ്കരിക്കലാണ് ഉത്തമം മിൻ അദായിഹി മുൻഫരിദൻ ആഖിറിലയിൽ, അത്രയുടെ അവസാനത്തിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ. ഫിഖ്തിയാരി ഖാദി ഖാൻ ബഹുമാനപ്പെട്ട റഹിമഹുല്ലാഹ് അഭിപ്രായത്തിൽ. ഖാല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖാദി ഖാൻ പറഞ്ഞു റഹിമഹുല്ലാഹ് ഹുവ സഹീഹ്, അതാണ് സഹീഹ്. കാരണം ജമാഅത്തിൻ്റെ ഒരു പുണ്യം അവിടെ കിട്ടുന്നുണ്ടല്ലോ. വസഹഹ ഖൈറു ഖിലാഫ്, ഖാദി ഖാൻ അല്ലാത്തവർ പറയുന്നത് ജമാഅത്ത് ഒഴിവാക്കിയിട്ട് അവസാനത്ത് നിസ്കരിക്കലാണ് നല്ലത് എന്നാണ്. ഒറ്റയ്ക്ക് വീട്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കാം എന്ന്. ശേഷൻ്റെ അടുത്ത് പിറകെ വരുന്നിടത്തേ അത് കൊണ്ടുവരണ്ടാന്ന്. പിന്നെ സുബിഖ ബിഹി, സബഖ ബിഹിന്നോ നിങ്ങൾ ഏതാ വായിക്കണമെന്ന് വെച്ചാൽ, പിന്നീടുള്ള നിസ്കാരത്തിന് എന്താക്കണ്ട, ഓൻ സാബിഖാക്കപ്പെട്ടിട്ടുണ്ടോ, ഓൻ ഇപ്പം പിന്തിയില്ലേ, ഓന് വൈകി വന്നില്ലേ, പൂർത്തിയാക്കുന്ന നിസ്കാരമല്ലേ, അതിലെന്താക്കണ്ട, അവൻ ആ വിത്തർ കൊണ്ടുവരണ്ടാന്ന്. ഫീമാ സുബിഖ ബിഹീൻ, ആ മസ്ബുഖല്ലേ, മസ്ബുഖായിട്ട് ബാക്കി നിസ്കരിക്കുന്ന നിസ്കാരത്തിന് ഫീമാ സുബിഖ ബിഹി എന്ന് പറഞ്ഞു. ബാക്കി 3 റക്അത്ത് നിസ്കരിച്ചാൽ മതി, വിത്തർ വേണ്ട, ആവർത്തിക്കണ്ട. ഓൻ്റെ 3ാമത്തെ റക്അത്തിൽ വിത്തർ ആവർത്തിക്കണ്ട. വീണ്ടും പിന്നെയും അതെ.